നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ സ്പൈസ് ഗാർഡനിലായിരുന്നു പോയത് കുമളിയിലെ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓഫ് റോഡ് ഒരു ജീപ്പ് സഫാരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഓഫ് റോഡ് കാഴ്ചകൾ കാണാം. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന റോഡുകൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇവിടെ ജീപ്പുകാർക്ക് മാത്രമേ ഇവിടെ അലോഡ് ഉള്ളൂ അല്ലയോ? വേറൊരു വണ്ടി പറ്റത്തില്ല, പ്രൈവറ്റ് അല്ല. ഇവിടെ ഉള്ളവർക്ക് ജീപ്പല്ല വേറെ വണ്ടി ഇവിടെ അലോഡ് ഉണ്ട്? ഇല്ല, വേറെ വണ്ടി വരത്തില്ല. വരത്തില്ല, അതാണ്. അതാണ് സംഭവം. നമ്മുടെ മേഘമല കാണാമെന്ന് പറഞ്ഞ എവിടെ നിന്നാ? അവിടെയാണ് മേഘമല കാണാം. പിന്നെ മേഘമല കാണാന്ന് പറഞ്ഞാൽ മേഘമല എവിടെയാന്നുള്ളത് കാണാം. പിന്നെ വർഷത്തിൽ ഒരിക്കലും പറഞ്ഞ ബംഗ്ലാദേശ് ക്ഷേത്രത്തിന്റെ ഒരു വ്യൂ ഉണ്ട്, അതിന്റെ വാച്ചിലോറെ കാണാം. പിന്നെ തമിഴ്നാട്ടിൽ ഒരു 2 വ്യൂ, കൂടല്ലൂര് കമ്പം കാണുന്നത്. പിന്നെ നോർത്ത് സൈഡിൽ ഒരു വാട്ടർഫോൾ ഉണ്ടാവും. മേഘമല നമ്മൾ ബൈക്ക് റൈഡ് പോകുന്ന ഒരു ദിവസം കറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടോ? 50 കിലോമീറ്റർ കണ്ടുള്ളൂ കമ്പത്തുനിന്നല്ലേ? അല്ല, നമ്മള് മേഘമല കയറി കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അവിടെ. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള അവിടെ. അവിടെ ജസ്റ്റ് ഒരു വ്യൂ, ഒരു ക്ലൗഡ് ബെഡിന്റെ ഒരു വ്യൂ ഉള്ളൂ. ക്ലൗഡ് ബെഡിന്റെ അവിടെ വില്ലേജ് ഇല്ലേ? അവിടെ വില്ലേജ് കുറവാണ്. അവിടെ എല്ലാവരും ഹോം സ്റ്റേ വീടുകളൊക്കെ കുറവാണ്. പിന്നെ ഒരു ഡാം കാണാം. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മളൊരു പപ്പിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തതിനെ നമുക്ക് അവനെ കൂടെ കൂട്ടേണ്ടി വന്നു. അപ്പോൾ അവനും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇതേ ആ കാണുന്ന മലയുടെ ബാക്ക് സൈഡിൽ ശബരിമലയാണ് കേട്ടോ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് പെരിയാർ ടൈഗർ റിസർവാണ്. ഇതേ അങ്ങ് ദൂരെയായിട്ട് കാണപ്പെടുന്ന മലയില്ലേ, ആ മലയ്ക്ക് ബാക്ക് സൈഡിലാണ് നമ്മുടെ ഗവി വരുന്നത് കേട്ടോ. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഫുൾ ഫാൻസ് ആണ് കേട്ടോ. ഫുൾ ഫാൻസ് ആണ് ഇവിടെ. Bila. അവന് പുതിയ കൂട്ടുകാരെ കിട്ടി. മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഭയങ്കര ഫാൻസ് കേട്ടോ. അത് ഇറക്കി വിടത്തില്ല. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? സ്റ്റേ ചെയ്യാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം. ഫുള്ളാണെങ്കിൽ കിട്ടത്തില്ല. അല്ലാതെ നമ്മള് ഈ മേഘമല എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണോ? ഫോറസ്റ്റ് ആണ്. അപ്പൊ അവിടെ പുറത്ത് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല, ടെന്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. അലോഡ് അല്ല അല്ലേ? ഓ, അവിടെ ഇപ്പൊ ഒരു 1 ഡേ സ്റ്റേക്ക് ഏകദേശം എന്തോ ആയിരിക്കണം? ഏകദേശം ഒരു ഊഹം 2000-2500 രൂപയ്ക്കകത്തൊക്കെ ആവുമായിരിക്കും. നമ്മള് ബൈക്ക് റൈഡാ പോകുന്നത്. പിന്നെ ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വന്നതാ. അയ്യോ,
ഓ ഇതൊക്കെ എന്ത് ഇതൊന്നും വലിയ കുഴപ്പമില്ല. വലിയ പമ്പ ആടിക്കിടന്നതാണ് ഞാൻ. എന്നെക്കാട്ടി കൂടുതലാണ് അമ്മ എങ്ങനുണ്ട്? തേങ്ങ മാഞ്ഞ 2 കെട്ടത്തിൽ. പേടിക്കേണ്ട എല്ലാം സെറ്റാ. കമ്പ്യൂട്ടർ കൺട്രോൾമെന്റിലാണ് പോകുന്നത്. എല്ലാം സെറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുള്ളൂ. ഒന്നും പേടിക്കണ്ട. മഴ പെയ്താ ഇപ്പൊ കഴിഞ്ഞാഴ്ചയൊക്കെ മഴയായിരുന്നു. മഴ പെയ്താൽ ലോഡുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലോഡ് കുറവാണേലും ഉള്ളു കുഴപ്പം. അത് ടൂവില്ല. കൊള്ളാം. എനിക്ക് തോന്നി ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്നതാന്ന് തോന്നുന്നു റിസ്ക് കേട്ടോ. ഇല്ലേ? അല്ല ചുമ്മാ അവര് കൈവിരി ഇല്ലാത്തോണ്ടേ നോക്കിയിരുന്നില്ല താഴെ പോകും. ഞാൻ ഇതുപോലെ ഒരു വണ്ടി ഒറ്റ ചവിട്ടി ചവിട്ടി ഫ്രണ്ടിൽ. ഞാനൊരു ചവിട്ടി ചവിട്ടി ഫ്രണ്ടിലിരുന്ന് ജസ്റ്റ് ഒരു പയ്യൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറക്കി പോയി താഴെ. ഓ അയ്യോ. അതാ ഞാൻ പറഞ്ഞത് ബെൽറ്റ് ഇടാൻ പറഞ്ഞത്. ബെൽറ്റ് ഇടേണ്ട വിഷയമില്ല, പോകത്തില്ല. നമ്മളെന്തായാലും ആദ്യമായിട്ടോ ഇങ്ങനെ കേട്ടോ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി. നമ്മള് ബൈക്ക് റൈഡ് പോകുന്നത് നിങ്ങൾ പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആദ്യമായിട്ടാണ്. ഗവി നമുക്ക് 3500 രൂപ ജീപ്പിനാണ്. 7 പേർക്ക്. അത് കൂടാതെ ഒരാൾക്ക് 1800 രൂപ ടിക്കറ്റ് ഉണ്ട് പോർട്ടിനകത്ത്. ടിക്കറ്റ് ഉണ്ടല്ലേ? ആ ടിക്കറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, 3 മണിക്കൂർ കാടിനകത്ത് നടന്നുള്ള ട്രക്കിങ്. ആ മല കണ്ടോ നേരെ കാണുന്നേ? ആ മലയുടെ മണ്ടയിൽ കൂടെ പോയിട്ട് ശബരിമല അമ്പലത്തിന്റെ വ്യൂ പോയിന്റ് കാണിച്ചു തരും. ഇതിന്റെ ബാക്ക് സൈഡാ ഗവി. മലയുടെ ബാക്ക് സൈഡിലാ ഗവി. ഈ വലിയ മലയുടെ ബാക്കാണോ? ആ ദൂരത്തിലുള്ള ലാസ്റ്റ് കാണുന്ന അവിടെ ടവർ കാണാം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് കാണാം. എന്തായാലും സംഭവം കൊള്ളാം. സാമ്പിൾ പോ ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും വൈബ് കിട്ടുന്ന പോയിന്റ്. ആണല്ലേ? 2500 അടി മണ്ടേന്നാണ് വ്യൂ. ഈ ലെവലില്ലേ? ഈ ലെവലിൽ നിന്ന് നമ്മളിങ്ങനെ 2500 അടി മണ്ടേ പോകും. ആ മല കണ്ടോ ടോപ്പ്? അതുപോലത്തെ ഒരു മലയുടെ ടോപ്പിൽ പോയിട്ടൊരു വ്യൂ ഉണ്ട് ലാസ്റ്റ്. അത് സാധാരണ 3000 രൂപയൊക്കെ തരുന്നവരെ കൊണ്ടുപോകുന്ന പോയിന്റ് ആവില്ല. നിങ്ങൾ ആൾക്കാരായ സ്വന്തമാക്കാം. എന്റെ സ്ഥലം ഇവിടെ തന്നെ. ഇവിടെ ഉള്ള ലൊക്കേഷന് മാത്രമേ ഉള്ളൂ ജീപ്പ് സവാരി. ഇവിടെ ജീപ്പ് ഓടിക്കാൻ പറ്റുള്ളൂ. വേറെ പുറത്തുനിന്ന് വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ? കാരണം ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ ഒരു തൊഴിൽ മാർഗമുള്ളത്. എല്ലാവരും ഓടിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചവർക്ക് ഓടിക്കാവോ? നമ്മുടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു കഴിക്കാറായതാ. അഡ്രസ് ഇവിടെ ആക്കണം. അഡ്രസ് ഒക്കെ ഇവിടെ പ്രശ്നമില്ലല്ലോ. ഇവിടെ ആക്കിയ കമ്പനിയൊക്കെ യൂണിയനിലൊക്കെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കെട്ടാൻ പോകണോ? ഇവിടെ കെട്ടാൻ പോകണോ? അങ്ങനല്ലേ? എവിടുന്ന് കിട്ടിയാലും ഇവിടെ ഉള്ളവർക്ക് ഇവിടുന്ന് കെട്ടാണെന്നല്ലേ. അപ്പൊ എവിടുന്ന് കിട്ടിയാലും കെട്ടുമെന്നുള്ളൊരു ഒരു മനുഷ്യൻ മാമച്ചൻ. എഡ്യൂക്കേഷൻ ഉണ്ടോ? എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ കുഴപ്പം. ഗ്ലാമറും ഉണ്ട്. പിന്നെന്താ വേണം? കരയുന്ന പുറയില്ല.
വിലയുമാണോ? പേടിച്ചിരിക്കുക. തലയൊക്കെ കറങ്ങി ആ പേടിച്ചിരിക്കുക. തമിഴ്ക്കാരാണ് നമുക്ക് ശീലമാവല്ലോ. ഓ പറഞ്ഞോ. ആ ജീപ്പിലായിരുന്നു കച്ചവടം ആ മലയില്. ജീപ്പേ പറ്റുള്ളൂ അല്ലേ പരിപാടിക്ക്. സുമോയും പറ്റും. സുമോ ഉണ്ടോ? എന്നാലും ജീപ്പിന് എത്ര പെർഫോമിംഗ് ഉണ്ടോ സുമോ? സുമോ പിന്നെ സുമോ കയറി വരും. ചുമ്മാ നമുക്ക് എന്നും ഓടിക്കാൻ പറ്റത്തില്ല. സസ്പെൻഷൻ ഇത് പ്ലേറ്റ് അല്ല, സസ്പെൻഷൻ അത്. സസ്പെൻഷൻ പോയി കഴിഞ്ഞാൽ 30,000 രൂപ 40,000 രൂപയാവും. സ്ഥിരം ഓടിക്കാൻ പറ്റത്തില്ല, തൽക്കാലം ഒക്കെ ഇവിടെ ഓടിക്കാം. അയ്യോ അമ്മമ്മ 10 പോലും ആയില്ല. സുമോ അവരുടെ വീട് ആ കാണുന്ന ആ പുറകില്ല അവരുടെ വീട്. അവിടെ നിന്ന് ഇവിടെ വരെ ഡെയിലി ഒന്ന് പോകാനുള്ള ഇത് ഉള്ളത്. നമ്മളിപ്പോൾ വരുന്ന ആൾക്കാരെ വെച്ച് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടുപോകും. പക്ഷെ വണ്ടി അതായത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. അതിൻ്റെ മുകളിൽ കൂടെ കറണ്ടിൻ്റെ ബെഡ്സ് ഇട്ടേക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ ആഴ്ച ഇട്ടത്. ഇപ്പം ആനയൊന്നും കയറി ടൈഗർ റിസർവ് അത് ടൈഗർ റിസർവ് അല്ലേ? അതുകൊണ്ടാ ലാസ്റ്റ് ഉണ്ട് ടവർ കണ്ടോ? ആ ഓ ഇതിന്റെ ബാക്ക് സൈഡിൽ കേവി അല്ലേ? ഗവിക്ക് എത്ര രാവിലെ 5 മണിക്ക് പോകണം. 5 മണി തൊട്ട് ആ ഭാഗത്തൊക്കെ ഒരു ശല്യമല്ല. പുല്ലുമേടാണ് കാണുന്നത്. പുല്ലുമേടറിയോ കേട്ടിട്ടുണ്ടോ? ശബരിമല ആ ഭാഗത്ത്. നമുക്ക് വരാം, താഴെ പോയി ഫോട്ടോ എടുക്കാം. അവനൊന്ന് പുറത്തിറക്കി വിടാൻ പറയായിരുന്നു. അവനൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരട്ടെ. അല്ല മറ്റേ ഇതുണ്ടല്ലോ അവന്റെ ഇതുണ്ടല്ലോ ബെൽറ്റ് ഉണ്ടല്ലോ ഇറങ്ങാത്തോണ്ട് വണ്ടിക്കകത്ത കാറിനകത്താ വെച്ചോ ഞാൻ നോക്കി എടുത്തിട്ട് കാറിനകത്ത് ഇട്ടിയാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജീപ്പിലിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കതൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, പുള്ളിക്കാരൻ നമ്മുടെ വണ്ടിയിലൊരു പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. അപ്പോൾ അതിനാൽ നമ്മൾ ആ വോയിസ് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ മൈക്കില്ലാത്തതൊരു ഭയങ്കര വലിയൊരു പോരായ്മയാണ്. കാരണം നമ്മൾ ചില ഹിൽസിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാറ്റിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു മൈക്കൊക്കെ വാങ്ങിയിട്ട് വേണം ഇനി ഒന്ന് ഉഷാറാക്കി എടുക്കാൻ. അതൊക്കെ കൊണ്ടാണ് ചില വീഡിയോകളിൽ നമ്മൾ ചില ലൈവായിട്ടുള്ള വോയിസ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. കാരണം പറയുന്നത് ക്ലിയർ ആവുന്നില്ല, ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. അതൊക്കെ തന്നെ കാരണം. നമ്മുടെ ഈ ഓഫ് റോഡ് യാത്രയിൽ നമ്മൾ കുറേ സ്പോട്ടുകളിൽ ഇതുപോലെ പോയി കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 2500 അടി മുകളിലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ വിമാനങ്ങൾ വന്നിറങ്ങാൻ സാധിക്കുന്നൊരു റൺവേ ഉണ്ട് ഇവിടെ.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൺവേ വളരെ ചെറുതാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ചില ആൾക്കാർക്ക് ചിന്തിച്ചേക്കാം ഇത് പ്രൈവറ്റ് ജെറ്റുകൾക്ക് വന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള റൺവേ ആണ് എന്നുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. ഇത് NCC കേഡറ്റുകൾക്ക് അവരുടെ ഫ്ലൈയിങ്ങിൻ്റെ ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ടുള്ള റൺവേ ആണ് കേട്ടോ. ഇത് ഏകദേശം 12 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ ഒരു റൺവേ പണിയെടുപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ 2022 ആ ഒരു കനത്ത മഴയിൽ ഈ റൺവേയുടെ ഒരു ഭാഗം മണ്ണിടിച്ചിൽ കാരണം തകർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പോലുള്ള പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കുമളിയിലെ ഓഫ് റോഡ് യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിക്കെല്ലാവരോടും പറയാനുള്ളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, നമുക്കെന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം.